കൂറുമാറിയെത്തി വൈസ് പ്രസിഡന്റായി അംഗത്തെ അയോഗ്യനാക്കിയതിനെ തുടർന്ന് ഒഴിവുവന്ന മൂന്നാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. രാവിലെ 11-ന് പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറാണ് ഭരണാധികാരി. നിലവിൽ കോൺഗ്രസാണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. 21-അംഗ ഭരണസമിതിയിൽ കോൺഗ്രസിന് 11, LDF 8 എന്നിങ്ങനെയാണ് അംഗബലം. കഴിഞ്ഞ 25-നാണ് LDF-ൽ നിന്ന് കൂറുമാറി കോൺഗ്രസിലെത്തി മൂന്നാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ വി ബാലചന്ദ്രനെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കിയത്. ഇതേ തുടർന്ന് ഇയാൾക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് നാളെ പഞ്ചായത്തിൽ വീണ്ടും വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിലവിൽ കോൺഗ്രസ് ആണ് മൂന്നാർ പഞ്ചായത്ത് ഭരിക്കുന്നത്. 21-അംഗ ഭരണസമിതിയിൽ കോൺഗ്രസിന് 11, LDF 8 എന്നിങ്ങനെയാണ് അംഗബലം. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം മൂന്നാർ പഞ്ചായത്തിൽ 4 പേരെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കിയത്. കോൺഗ്രസിൽ നിന്നും LDF-നൊപ്പം ചേർന്ന് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന R. പ്രവീണ, M. രാജേന്ദ്രൻ, CPI-ൽ നിന്നും കോൺഗ്രസിലെത്തിയ തങ്കമുടി, CPM-ൽ നിന്നും കോൺഗ്രസിലെത്തി വൈസ് പ്രസിഡന്റായ ബാലചന്ദ്രൻ എന്നിവരാണ് അയോഗ്യരായത്. T. ഗണേശനാണ് LDF-ന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെന്നാണ് വിവരം. വൈസ് പ്രസിഡന്റ് സ്ഥാനം ആവശ്യപ്പെട്ട് കോൺഗ്രസിൽ വിവിധ അംഗങ്ങൾ രംഗത്തെത്തിയിട്ടുള്ളതായാണ് സൂചന. ന്യൂസ് ബ്യൂറോ, അടിമാലി.